കൺഗ്രാജുലേഷൻസ് സാർ. എന്തിനാടാ കുട്ടാ? സാറിന് 8000 ഫോളോവേഴ്സ് ആയാലും ഇൻസ്റ്റയില്. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. അതിൽ ഞാനൊരു ഫോളോവറാണ് കേട്ടോ. ഓ പിന്നല്ല. അശ്വിൻ പറഞ്ഞ പോലെ 8200 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. 5 AM ചാലഞ്ചിൻ്റെ ഡേ 2 ആയ ഇന്ന് ഞാൻ മസ്കുലാർ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതൽ വായിക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ കുറച്ച് നേരം ഞാൻ വായിച്ചിട്ട് ഇന്നലത്തെ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കി. നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ നിന്ന് എനിക്കൊന്ന് ഇന്നലെ ഏകദേശം 20-25 മിനിറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. വായന കഴിഞ്ഞിട്ട് നേരെ പോയത് ഓടാനാണ്. ഇന്ന് 1 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. രാവിലെ 1 കിലോമീറ്റർ ഓടാൻ പോയിട്ട് നേരെ വന്നിട്ട് പത്രം വായിക്കാൻ എടുത്തു. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വീട്ടിൽ ചെന്നപ്പോൾ പത്രം ഉണ്ടായിരുന്നു. പത്രത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കോട്ടുണ്ടായിരുന്നു. ആ കോട്ടെന്ന് പറയുന്നത്, ആ കോട്ട് ഇതായിരുന്നു: ഒരൊറ്റ നാൾ മതി നാം കുറച്ചുകൂടി വലിയവരായി തീരാനും, ഒരൊറ്റ നാൾ മതി നാം ഏറ്റവും ചെറുതായി തീരാനും. ആ കോട്ട് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ലോകം അറിയപ്പെടുന്നവനാവാം. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്കും എത്താം. ഞാൻ അതായിട്ട് നേരെ പോയത് അക്കാഡമിയിലേക്കാണ്. അക്കാഡമിയിൽ ആദ്യമേ ചെയ്തത് കാലെടുപ്പായിരുന്നു. നേരിയാനും വീതാലൊക്കെ ചെയ്തു. അതിനുശേഷം സ്കിപ്പ് റോപ്പ് ചെയ്തു, നഞ്ചക്ക് ചെയ്തു, ടക്ക് ജമ്പ് ചെയ്തു, ടോട്ടച്ച് ചെയ്തു. പിന്നെ പോയത് യോഗ സെക്ഷനിലേക്കാണ്. ഇന്ന് മെയിനായിട്ട് എൽബോ ലിവറും ഹെഡ് സ്റ്റാൻഡും ടക്ക് പോസും ക്രോ പോസും ഒക്കെയാണ് ചെയ്ത് നോക്കിയത്. അതിനുശേഷം പ്രാണായാമത്തിൻ്റെ സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നാഡീശുദ്ധി പ്രാണായാമം തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ പാരിപ്പള്ളി അക്കാഡമിയിലേക്ക് പോയി. അവിടെ നിന്ന് ക്ലാസ് എടുപ്പായിരുന്നു. പിള്ളേർക്ക് കൂടുതലായിട്ട് സ്റ്റിക്കും നഞ്ചക്കിൻ്റെ സെക്ഷനാണ് എടുത്തത്. അതിനുശേഷം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കൈരളി TV-യിൽ 7 ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവററ്റ് സിനിമകളിലൊന്നാണ്. അപ്പോൾ കുറച്ച് നേരം 7 കാണാമെന്ന് വിചാരിച്ചു. 7 കണ്ടിട്ട് വൈകുന്നേരത്ത് ഭരത്തിനും ശ്രേയയ്ക്കും ഭാഗ്യക്കും കൂടി ക്ലാസ് എടുക്കാൻ പോയി. അവർ കൂടുതലും യോഗ പോസിലൊക്കെയാണ് ചെയ്യിച്ചത്. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് ഇറാ സിംഗിൾസിൻ്റെ കഥ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. ഇറാ സിംഗിൾസിൻ്റെ കഥ ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും പറയുന്നുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ ഡേ 2 കംപ്ലീറ്റ് ആയി. ബൈ.